ഇന്നലെ അമ്മ സംഘടനയിൽ നടന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള പല നീക്കങ്ങളുണ്ടായിരുന്നു. അതിൽ ഭരണസമിതി രാജിവെച്ചു. പിന്നീട് ശ്വേതാ മേനോൻ അംഗത്വം തന്നെ രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു. ലക്ഷ്മിപ്രിയ അംഗത്വം രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ നടന്നു, നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ നടന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ മാലാ പാർവതി ചേരുന്നുണ്ട്. ചേച്ചി, ഇന്നലെ സംഘടനയിൽ പല കാര്യങ്ങൾ, ഒരു തർക്കമുണ്ടാകും, ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ വലിയൊരു നാടകീയതയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? നാടകീയതയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും എതിർപ്പുണ്ടാവും. ഇത് ഒരിക്കലുമില്ലാത്ത ഒരു അമ്മ സംഘടന മീറ്റിംഗ് ആയിരിക്കും എന്നറിയായിരുന്നു. ഞങ്ങളാരും ഗൂഢാലോചനയൊന്നും നടത്തിയിരുന്നില്ല. പരസ്പരം ദുഃഖമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ലക്ഷ്മിപ്രിയയുടെ ലീനാക്കുറുപ്പ് ഇതിനെക്കുറിച്ചുള്ള ഒരു വൈറലായ വോയിസ് നോട്ട് മുതൽ സ്ത്രീകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്താ നടക്കുന്നത്, എന്തൊരു വൃത്തിയിടാന്നൊക്കെയുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഗൂഢാലോചന എന്നൊന്നും പറയാനൊക്കില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ബൈലോ പ്രകാരമുള്ള കാര്യങ്ങളിൽ ഭരണസമിതി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ട് അവതരിപ്പിക്കുക, കണക്ക് അവതരിപ്പിക്കുക. ഇത് ജനറൽ ബോഡി അംഗീകരിക്കുക. ഇത് അമ്മയുടെ ഭരണസമിതിക്ക് മുന്നോട്ട് പോകുന്നതിന് മാൻഡേറ്റാണ്. ഇതില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കുകയും വേണം കോർപ്പറേഷനിൽ കൊണ്ടുപോയി 10 ദിവസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി. അപ്പോൾ ഇത് അംഗീകരിച്ചില്ലെങ്കിലോ, അവർക്ക് കണക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ ഇവർ ഇറങ്ങിപ്പോയി അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോകണം. ഇതാണ് റൂൾ. അപ്പോൾ ഇന്നലെ കണക്ക് കാണിക്കുന്നതിലെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ അവർക്ക് കൃത്യമായ കണക്കില്ല. അപ്പോൾ അവരതിനകത്ത് പറഞ്ഞ കാര്യം, ബാബുരാജിൻ്റെ കാലത്ത് കണക്ക് കൃത്യമായിട്ട് അവരുടെ കയ്യിൽ കിട്ടിയില്ല. അപ്പോൾ അതിന് ബാബുരാജ് തിരിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിനെ നോട്ടീസ് കൊടുത്ത് വിളിക്കുകയാട്ടെ, അദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കുകയാട്ടെ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ബാബുരാജിനെ വിളിച്ചിരുന്നോ? ഇല്ല. അപ്പോൾ ഇതിന് മുമ്പ് കണക്ക് ചെയ്തിരുന്ന പയ്യന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് അയാൾ പേപ്പേഴ്സ് ഒന്നും കൈമാറിയില്ല. അയാൾക്ക് ശമ്പളം കൊടുത്താൽ മതിയായിരുന്നു, അപ്പു എന്ന് പറഞ്ഞൊരു പയ്യൻ. രണ്ടാമത് പറഞ്ഞത് ഉണ്ണി ശിവപാൽ പോയി. ഉണ്ണി ശിവപാലിനെ 3 മാസത്തേക്ക് നിർബന്ധിതമായ ലീവ് എടുത്ത് പോകാൻ പറഞ്ഞ് രേഖയും വാർത്തയും അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ ഈ അവിടുത്തെ ആ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിയുമായുള്ള വിഷയത്തിൽ ഈ കുട്ടിയെ നിർബന്ധമായി പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചെന്നും അദ്ദേഹം പീഡകനായി ചിത്രീകരിച്ചെന്നും അതിന് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായെന്നും. പീഡകൻ എന്ന് പറഞ്ഞാൽ തൊഴിൽ പീഡനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. എന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് നാളെ ചെക്ക് എടുത്ത് വെക്കണമെന്നുള്ള മെസ്സേജിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞു. അപ്പോൾ ട്രഷററും റിപ്പോർട്ട് കണക്ക് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓഡിറ്ററിൻ്റെ തലയിലായി. ഓഡിറ്റർ എന്താ തീരുമാനിക്കുന്നതെന്നായി. ഓഡിറ്റർ പറഞ്ഞു, ഞാനും മുഴുവനായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് അല്ല ഇത് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്ന ക്വറികളോടുകൂടി സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള, ഞങ്ങൾ കണ്ടു എന്നാൽ ഇതിനകത്ത് ഇത്ര പോരായ്മകളുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. അത് അംഗീകരിക്കാൻ അമ്മ അംഗങ്ങൾക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾക്കാർ പല അഭിപ്രായത്തോടെ ആദ്യം മിണ്ടാതിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആൾക്കാർ പോയില്ല. അപ്പോൾ ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞു, ഇവർക്ക് ഭരണപരിചയക്കുറവുണ്ട്, ഇവർക്ക് സമയം കൊടുക്കണം, ഇവർ കുറച്ച് ദിവസം കൂടി ഇവർക്ക് സമയം കൊടുക്കണം, ഇവർ 6 മാസം കൂടെ ഭരിക്കട്ടെ, അവർക്ക് അതിനുള്ള രണ്ടാമതൊരു കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അതിൽ ആൾസാറ് ആ തീരുമാനം എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പിരിഞ്ഞ് എന്തിലേക്കാണെന്നൊന്നും വലിയ ആലോചനയൊന്നും ഇല്ലാതെ പോകുന്ന സമയത്താണ് അൻസിബയുടെ ഒരു പ്രഭാഷണം. അവിടെ അൻസിബ വന്ന് സംസാരിക്കുന്നത്. അൻസിബ വ്യക്തമായി അൻസിബയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. ആൾക്കാർ ഈ റിപ്പോർട്ടാകട്ടെ, ഈ കണക്കാകട്ടെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ കൈപൊക്കിയില്ല. അവരാരും അംഗീകരിച്ചില്ല. അതിനെ സെക്കൻഡ് ചെയ്യാനോ പ്രപ്പോസ് ചെയ്യാനോ ആരും തയ്യാറായില്ല. അപ്പോൾ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വലിയ വിഷമത്തോടെ അവർക്ക് അതും അവർ അങ്ങനത്തെ രാജിവെച്ചതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അൻസിബയുടെ പ്രസംഗത്തിന് ശേഷമാണ് ഒരു വിഭാഗം ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടുകയും പിന്നീട് അവർ അൻസിബയ്ക്കൊപ്പം അല്ലെങ്കിൽ ഈ ഭരണസമിതിക്ക് എതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതിലുമൊക്കെ എത്തിയത്, അല്ലേ? അതായത് അൻസിബയുടെ പ്രസംഗത്തിന് മുൻപ് വ്യക്തമായി പറഞ്ഞാൽ ശ്രീ കൊല്ലം തുളസി, ശ്രീ ജോയ് മാത്യു, ശ്രീ അനൂപ് ചന്ദ്രൻ, ജോയ് മാത്യുവിൻ്റെ ഭരണസമിതി അംഗം തന്നെയാണ്, അനൂപ് ചന്ദ്രൻ, പിന്നെ എനിക്കൊന്നു കവിരാജ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ശക്തമായി തന്നെ ഇല്ല അവർക്ക് പറയാനുള്ളത് കേൾക്കണം അങ്ങനെ. പക്ഷെ അൻസിബയുടെ സംസാരത്തിന് ശേഷം പിന്നെ അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. ഒരാൾ പോലും ആരുടെയും കൂടെ നിന്നില്ല. അപ്പോൾ ശ്വേത ഒരുപാട് ഓഫറുകളൊക്കെ വെച്ചിരുന്നു. അടുത്ത ജനറൽ ബോഡി നമുക്ക് തായ്ലാൻഡിലാണ് വെക്കുന്നത്, അങ്ങനെ കുറച്ച് ഇത് കൂട്ടുന്നുണ്ട്, കൈനീട്ടം കൂട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനുപോലും ആൾക്കാർ ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ആൾക്കാർ നിശബ്ദമായി അവർക്ക് ഒരു സങ്കടകരമായി അവർക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ശ്വേതാ മേനോൻ അംഗത്വം രാജിവെക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു?
അപ്പോൾ അയ്യോ അത് ശ്വേതയല്ലേ തീരുമാനിക്കണ്ടേ, കാരണം ശ്വേതയുടെ കഴിവിനെയാണല്ലോ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. കാരണം ശ്വേതയുടെ കഴിവെന്ന് പറഞ്ഞാൽ ശ്വേതയുടെ ഭരണസമിതിയിലെ എല്ലാ കാര്യങ്ങളും മോശമായിരുന്നു എന്നുള്ളതല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ആൾക്കാരെ ചേർത്ത് നിർത്താനും ആൾക്കാരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അതിനകത്ത് സ്നേഹത്തോടെ ഒരുമയോടെ കൂട്ടി നിർത്താനും അവർക്ക് സാധിച്ചില്ല. അവർ രണ്ടുപേരും ചെറിയ ചെറിയ വഴക്കുകളെ അവരുടെ ബെനിഫിറ്റിനായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇപ്പോൾ പുതിയ അഡ്ഹോക് കമ്മിറ്റി വന്നു, അതിനുശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പുണ്ടാകും. എന്താണ് അതിലേക്കുള്ളൊരു പ്രതീക്ഷ? 1 വർഷമൊന്നുമില്ല, 3-4 മാസത്തിനകം ഉണ്ടാവും. അപ്പോൾ അവിടെ പിന്നെ അൻസിബയെ പോലെ മിടുക്കികളായിട്ടുള്ളവർ വന്ന് വീണ്ടും അത് സ്ത്രീപക്ഷമാകില്ല എന്നാരും കണ്ടു. നമ്മളാരും അങ്ങനെ വുമൺ കാർഡൊന്നും പറയണ്ട. അത് ആരും ബാബുരാജിനും ഇടവേള ബാബുവിനും സിദ്ദിഖിനും ഒന്നും തിരിച്ചു വരാനുള്ള ഒരു കാര്യമായിട്ടല്ല ഇന്നലത്തെ ഇത് വഴിയൊരുക്കിയത്. രമേശ് പിഷാരുടെ പോലെ കേരളം അംഗീകരിക്കുന്ന ആൾക്കാരിലേക്കാണ് തന്നെയാണ് അത് എത്തിച്ചേർന്നത്. അതിനകത്ത് കഴിഞ്ഞ ഭരണസമിതിയിലെ ഏറ്റവും നല്ല അഭിപ്രായമുണ്ടായ ആശാരവിദിനെയും ഡോക്ടർ റോണിയെയും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശ്വേതാ മേനോൻ്റെ അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടിയായിരുന്നു. ഈ കുറ്റാരോപിതർ ഒരു സംഘം ആളുകളാണ് സംഘടന പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അത്തരത്തിലൊരു തോന്നുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം അവിടെ നടക്കുന്നതായി തോന്നുന്നുണ്ട്? എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. കാരണം ഈ ബാബുരാജിനൊക്കെ സംസാരിക്കാൻ ഇടയായത് അവരുടെ കഴിഞ്ഞ വർഷം അവരുടെ ആയിരുന്നല്ലോ, അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ മറുപടി പറയാനാണ് ബാബുരാജ് സിദ്ദിഖുമൊക്കെ സ്റ്റേജിൽ കയറി. കാരണം അവർ ഇത്ര കണക്ക് ചെയ്തിരുന്നു കൊടുത്തിരുന്നു എന്നൊക്കെ പറയാനായിട്ട്. ഇടവേള ബാബുചേട്ടൻ ഒരു തവണയോ മറ്റോ സ്റ്റേജിൽ കയറി ഏതോ ഒരു നിയമകാര്യം ഒന്ന് പറഞ്ഞിട്ട് പോയി എന്നല്ലാതെ അവിടെ പ്രധാനമായിട്ടും ഇടപെട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ മിക്കവാറും ഒക്കെ മുമ്പിൽ നിന്നത് നമുക്ക് എല്ലാവർക്കും ഞങ്ങളെല്ലാം ആഗ്രഹിച്ചതുപോലെ ശ്രീ ഗണേഷ് കുമാർ, ശ്രീ രഞ്ജി പണിക്കർ പോലെയുള്ളവരാണ് അവിടെ നിന്ന് നേതൃത്വം നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ അങ്ങനെ ഒരു സ്ത്രീകളാണ് കാലടി ഓമന ചേച്ചി അടക്കം എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. മല്ലിക ചേച്ചി ഉണ്ടായിരുന്നല്ലോ, മല്ലിക ചേച്ചി അന്യായത്തിന് കൂട്ടു നിൽക്കുമോ? ഇല്ലല്ലോ. ചേച്ചി പറഞ്ഞല്ലോ ശ്വേത കണക്ക് കാണിക്കണം ശ്വേത എന്ന് പറഞ്ഞു. ഉണ്ണിമൂന്നിൻ്റെ വിഷയമൊന്നും പറയണ്ട, പഴയ കാര്യങ്ങൾ പറയണ്ട, കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞു. ബുക്കും ട്രഷററുമാണ്, തെറ്റുകാരെന്ന് മനസ്സിലുണ്ടായാൽ പോലും ചേച്ചി പോലും തുടരണമെന്ന് എഴുന്നേറ്റ് നിന്ന് ശക്തമായ ഒരു അഭിപ്രായം ചേച്ചിക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ആയിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഒരു കാര്യം കൂടി, അതിനിടയിൽ അജു വർഗീസ് ഒരു കാര്യം പറഞ്ഞത്, യുവതലമുറ അല്ലെങ്കിൽ പുതിയ കുട്ടികൾ സംഘടനയിലേക്ക് അല്ലെങ്കിൽ മീറ്റിങ്ങിലൊന്നും വരാത്തത് ഇവിടെയുള്ള ഈ പ്രശ്നങ്ങൾ കാരണമാണെന്ന്. അങ്ങനെ തന്നെയാണല്ലേ ചേച്ചി തോന്നുന്നത്? തീർച്ചയല്ലേ. കാരണം നമ്മളൊക്കെ സംസാരിക്കാം, ഏത് വിഷയവും നമുക്ക് മീഡിയയിലും മറ്റും സംസാരിക്കാം. സംസാരിക്കുന്നതിന് ഒരു നിലവാരം വേണം, ഒരു ഭാഷ വേണം, അതിനൊരു എറ്റിക്കറ്റ് വേണം, എല്ലാം ഉണ്ടല്ലോ. ഞാനടക്കം മീഡിയയിൽ സംസാരിക്കുന്ന ആൾക്കാർ, ഞാനടക്കം കുറ്റക്കാരാണെങ്കിൽ നടപടി എടുക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിക്കുകയും അങ്ങനെ ഒരു പ്രൈവസിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഇരുന്നാൽ മാത്രമേ ഈ ചെറുപ്പക്കാരൊക്കെ വരുള്ളൂ. അല്ലാതെ ഇങ്ങനെ ആർക്കും എന്തും കലവിലയായാൽ ആരും വരത്തില്ല. അത് അജു വളരെ ദുഃഖത്തോടെ പറഞ്ഞു, ഇങ്ങനെയല്ല ഇത് വേണ്ടത്, ഇത് ആക്ടേഴ്സിൻ്റെ സംഘടനയാണ്. അപ്പോൾ ഒരുപാട് ചീത്തപ്പേരുണ്ടായി, പക്ഷേ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് എൻ്റെ മനസ്സിൽ നല്ല ഉറപ്പുണ്ട്. കാരണം അൻസിബയെ അത്ര സ്നേഹിക്കുന്നുണ്ട് അംഗങ്ങളും പൊതുജനവും. അപ്പോൾ ആ തരത്തിലൊരാൾ നേതൃത്വത്തിൽ വന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അൻസിബ ഇപ്രാവശ്യം അഡ്ഹോക്കി വന്നാൽ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അഡ്ഹോക്കി വരണ്ട, ഇലക്ഷൻ നിൽക്കട്ടെ, നോക്കാം. എന്നാലും വലിയ പ്രതീക്ഷയാണ് പുതിയ കമ്മിറ്റിയിൽ മേലുള്ളത്. ഓരോ അംഗങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ സംഘടനയിലെ തുടർ നീക്കങ്ങളും മറ്റ് പുതിയ ജനറൽ ബോഡി ചേർന്നതിന് ശേഷമായിരിക്കും പുതിയ ഭരണസമിതിയൊക്കെ അധികാരത്തിലേൽക്കുക.